ഹോട്ടൽസിലും ഒക്കെ ചെല്ലുമ്പോൾ കുഞ്ഞു മെഡിമിക്സ് ഇല്ലേ, അതും ഒരു ബിസിനസ് ട്രിക്ക് ആണെന്ന് പറയുണ്ടായി. അതായത് വലിയ മെഡിമിക്സിന്റെ റെസിഡ്യൂസിൽ നിന്നാണ് ഈ ഒരു ചെറിയ മെഡിമിക്സിലേക്ക് വന്നത്. ആ കഥയും അല്ല, അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ മാതിരി വേസ്റ്റായിട്ട് പോയിരുന്നാണ്. നമ്മൾ കൈകൊണ്ട് ബാർ ഉണ്ടാക്കി കട്ട് ചെയ്യുന്ന സമയത്ത് അവസാനത്തെ ബാറിന് വണ്ണം കുറവാണ്. അപ്പോൾ അതൊരു 75 ഗ്രാം സോപ്പിന് തികയാത്തതുകൊണ്ട് നമ്മൾ റീപ്രോസസ്സാണ് ചെയ്തിരുന്നത്. അപ്പോഴാണ് ആലോചിച്ച് അത് വെച്ചൊരു സോപ്പ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കുമ്പോഴാണ് ചെറിയ സോപ്പ് കിട്ടുന്നത്. അപ്പോഴാണ് നമുക്ക് ഒരു 100 ഹോട്ടൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ അന്നത്തെ നമ്മുടെ ടേൺ ഓവറിന് അത് കറക്റ്റായിരിക്കും. ഒരു 100 ഹോട്ടൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷേ നമുക്കൊരു ശ്രമം നടത്താം എന്ന് പറഞ്ഞാണ്. ഹോട്ടലിൽ കിട്ടിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും പുതിയ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുക. അതുവരെ മെഡിമിക്സ് ഉപയോഗിക്കാത്ത ആളുകൾ അവിടെ റൂം എടുക്കുകയും അവർക്കത് കിട്ടുകയും അവരുപയോഗിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ വീണ്ടും മെഡിമിക്സ് വാങ്ങുന്നു. അതാണ് നമ്മുടെ അവിടുത്തെ സ്ട്രാറ്റജി, മെയിൻ സ്ട്രാറ്റജി അതാണ്. അല്ല, ഇപ്പോഴും അതിനെ പകരം വെക്കാൻ വേറൊരു സോപ്പ് വന്നിട്ടില്ല. മൊണോപ്പൊളിയാണ്, ഇന്ത്യയിൽ തന്നെ മൊണോപ്പൊളിയാണ്. അപ്പം ഞാനത് അന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഈ പറഞ്ഞ 100 ഹോട്ടൽ എന്ന് പറയുന്നിടത്ത് ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ ഞങ്ങൾ കൊടുക്കുന്ന തന്നെ ഒരു 10,000 ഹോട്ടലുണ്ടാവും. Watch full video on ABC Malayalam Business.